നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യനാണ്. അള്ളാന്റെ ഹബീബ് ഒരു മലക്കല്ല, ഒരു ജിന്നല്ല, മനുഷ്യനാണ്. മലക്കായിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒന്ന് ചിന്തിച്ചു നോക്ക്. മദ്യപിക്കുന്ന മനുഷ്യനോട് മദ്യപിക്കരുത് എന്ന് പറയുമ്പോൾ മലക്കായ പ്രവാചകനാണ് വന്നതെങ്കിൽ മനുഷ്യര് പറയുമായിരുന്നു, നിങ്ങൾക്കത് പറയാൻ, നിങ്ങൾ പ്രകാശം കൊണ്ട് പടയ്ക്കപ്പെട്ടതാണ്, ഞങ്ങള് പച്ച മണ്ണ് കൊണ്ട് പടയ്ക്കപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലാതെ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ മദ്യപിക്കുമെന്ന് മദ്യപാന്മാരായ മനുഷ്യര് മലക്കാകുന്ന പ്രവാചകനോട് പറയുന്ന സാഹചര്യം അള്ളാഹുവിന് അറിയാത്തതല്ലല്ലോ. അതുപോലെ പലിശ വാങ്ങുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിക്കുന്ന ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം മലക്ക് ഒരു പ്രവാചകനാണെങ്കിൽ കടന്നു വന്നിട്ട് ഉപദേശിക്കുകയാണ്, നിങ്ങൾ മറ്റുള്ളവരുടെ ധനം അപഹരിക്കരുത്. ആ സമയത്ത് കേവലം പച്ചമണ്ണിനാൽ പടയ്ക്കപ്പെട്ട മനുഷ്യൻ, പ്രകാശത്താൽ പടയ്ക്കപ്പെട്ട പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നെങ്കിൽ പറയുമായിരുന്നു, നിങ്ങൾക്കത് പറയാം. കാരണം എന്താണ്? നിങ്ങൾ പ്രകാശം കൊണ്ട് പടയ്ക്കപ്പെട്ട ഒരു മലക്ക, ഞങ്ങൾക്കത് കഴിയില്ല. ആരുടെയെങ്കിലും സമ്പത്ത് അപഹരിക്കാതെ ഈ വന്ന കാലത്ത് എങ്ങനെ ജീവിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനായ ഒരു അനുയായി ഒരു നേതാവാകുന്ന മലക്കിനോട് പറയുന്നത് അല്ലാഹു തആല മുൻകൂട്ടി കാണാതിരിക്കുവോ? അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിൽ ഒരു പ്രവാചകൻ, നിങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞതിലൂടെ കേവലം ഒരു മനുഷ്യനായ പ്രവാചകൻ എന്ന അർത്ഥവും അതിനകത്തുണ്ട്. മഹാനായ നജാശി രാജാവിന്റെ മുമ്പിൽ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നല്ലാഹ ബഅസ ഫീനാ റസൂലൻ, ഞങ്ങളിൽ ഒരു റസൂലിനെ അല്ലാഹു നിയോഗിച്ചത്, മിന്ന, ഞങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനെയാണ് അയച്ചത്. എന്നിട്ട് പറയുന്നു, നഅരിഫു നസബഹു. ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞിരുന്നു, പല ആശയക്കാർ ഇതിനകത്തുണ്ട്. ഒരുപാട് ആശയ തലങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ സമ്മേളിപ്പിച്ചുകൊണ്ട് ആ ചിന്താ മണ്ഡലങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുന്ന ഒരുപാട് ആളുകളുണ്ട്. വ്യത്യസ്ത രാഷ്ട്രീയക്കാരന്റെ മുമ്പിലുണ്ട്. നമുക്കൊക്കെ കേരള രാഷ്ട്രീയത്തില് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സംഘടനാ സംവിധാനങ്ങളിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടാവും പ്രാദേശികമായിട്ട്. ആ പ്രാദേശിക നേതാവിന് എത്ര കല്യാണം കഴിച്ചു എന്ന് ചോദിച്ചാൽ ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയോ? അല്ലെങ്കിൽ ഈ കേൾക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയോ? നമ്മൾ വിശ്വസിക്കുന്ന ഇടതാകട്ടെ വലതാകട്ടെ രാഷ്ട്രീയ പാർട്ടിയുടെ, നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് എത്ര കല്യാണം കഴിച്ചു എന്നോ, എത്ര മക്കളുണ്ടെന്നോ, ആരാണ് പിതാവെന്നോ, എന്നാണ് ജനിച്ചതെന്നോ, ആരാണ് മാതാവെന്നോ, എന്നാണ് ജനിച്ചതെന്നോ, ജനന സമയത്തുണ്ടായ എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഒരു അനുയായിക്ക് പറയാൻ കഴിയില്ല. അത് സംഘടനാ സംവിധാനങ്ങളിലും രാഷ്ട്രീയ സംവിധാനങ്ങളിലായാലും ഒരാൾക്കും പറയാൻ കഴിയില്ല. അഷ്റഫുൽ ഖൽഖ് ജനിച്ചതെന്നറിയില്ലേ? ആ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ അറിയില്ലേ? ആരാ വാപ്പ എന്നറിയില്ലേ? വാപ്പ മുതൽ അങ്ങോട്ട് 20ഓളം വരുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട പിതാമഹന്മാരെ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും നമ്മൾ പഠിച്ചതല്ലേ? ഉമ്മ വഴിയിട്ടുള്ള 20ഓളം വരുന്ന പിതാമഹന്മാരെ നമ്മൾ പഠിച്ചവരല്ലേ? റസൂലുള്ളാന്റെ ഭാര്യമാർ എത്രയുണ്ടെന്ന് അറിഞ്ഞൂടെ? റസൂലുള്ളാന്റെ ആൺമക്കൾ എത്ര എന്നറിയില്ലേ? ഏത് വയസ്സിലൊക്കെ മരണപ്പെട്ടു എന്നറിയില്ലേ? എത്ര പെൺമക്കൾ ഉണ്ടെന്നറിയില്ലേ? അവരാരൊക്കെ കല്യാണം കഴിച്ചു എന്നറിയില്ലേ? ആ കല്യാണം കഴിച്ചവർ ആരൊക്കെയാണ്? അവരുടെ കുടുംബം ഏതാണെന്നറിയില്ലേ? ഇങ്ങനെ തുടങ്ങി അഷ്റഫുൽ ഖൽഖിനെ പറ്റി അറിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? അറിഞ്ഞൂടാ എന്ന് ഞാനും നിങ്ങളും പറഞ്ഞാൽ പഠിക്കാത്തതിന്റെ കുറവാണെന്നേ മറുപടിയുള്ളൂ. കാരണം ശമായിലു തുർമുദി പോലുള്ള ഗ്രന്ഥങ്ങളിൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ A to Z വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. നടത്തം എങ്ങനെയാണ്, ഇരുത്തം എങ്ങനെയാണ്? ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്. ഒരാളുടെ തലയിൽ എത്ര നരച്ച മുടിയുണ്ട് എന്ന് കണ്ടെത്താൻ സ്വന്തം ഭാര്യ കൂടെ കിടക്കുന്ന ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിന്റെ ദാടിരോമങ്ങളിൽ എത്രണ്ണം വെള്ള വീശി എന്ന് പറയാൻ സാധ്യമാകാത്ത വിധം ഇന്നെല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഇന്നെല്ലാം ഒരുപാട് സാങ്കേതിക വിദ്യകളുടെ ഒരു വലിയ പ്രളയത്തിൽ മുങ്ങി ജീവിക്കുമ്പോഴും നമുക്ക് ഇതൊക്കെ അന്യം നിൽക്കുന്നുവെങ്കിൽ എപ്പോഴും റസൂലുള്ളാഹിയുടെ ആ തിരുമുഖത്തേക്ക്, മുഖതാവിലേക്ക് നോക്കിയിരിക്കുന്ന നക്ഷത്ര തുല്യരായ സ്വഹാബാക്കളെ കണ്ടെത്തിയത് എന്റെ പ്രവാചകന്റെ തലമുടിയിലും ദാടിരോമങ്ങളിലും 20 രോമങ്ങൾക്കപ്പുറത്ത് നരച്ചിട്ടില്ല എന്ന് സ്വഹാബത്തിന് കാണാൻ പറ്റുന്ന രീതി. എവിടെയാണ് മലമൂത്ര വിസർജനം ചെയ്യുന്നത്?
മരുഭൂമിയിൽ മരുപ്പച്ച അകലയായ മരുഭൂമിയുടെ മണൽത്തരികളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബാത്റൂമിൽ പോകേണ്ട അല്ലെങ്കിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കേണ്ട ഘട്ടം വരുമ്പോ എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബ് പ്രയോഗിച്ചിരുന്ന ആ പ്രയോഗവൽക്കരണം എന്താണ് എന്ന് വളരെ വ്യവസ്ഥാപിതമായി സുവ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു ഗ്രന്ഥങ്ങളിൽ. എങ്ങനെ നടക്കുന്നു, ചിരിക്കുന്നത് എങ്ങനെ? ഞാനൊരിക്കൽ പറഞ്ഞിരുന്നു ഇവിടെ, സുബഹി നമസ്കാരത്തിന് തൊട്ടു മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് യാത്ര കഴിഞ്ഞു വന്നാൽ ആ യാത്ര കഴിഞ്ഞു വരുന്ന പ്രിയപ്പെട്ട പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നമസ്കാരം തൊട്ടടുത്ത സമയത്തുണ്ട് എന്ന് ബോധ്യം വന്നു കഴിയുന്ന ഘട്ടത്തിൽ നബി തങ്ങളെ കിടക്കുമ്പോൾ ആ ഒരു വലത്തെ കൈ ഇങ്ങനെ നിലത്തൂന്നിയിട്ട് ആ കൈ സ്റ്റേ കൊടുത്തിട്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ആ കൈവെള്ള തല വെച്ചിട്ട് ഉറങ്ങുമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ചരിഞ്ഞ് കിടക്കുമ്പോ ഖിബിലയ്ക്ക് നേരെ നെഞ്ചു മുഖവും വരുന്ന രീതിയിൽ തല എപ്പോഴും തെക്കുഭാഗത്തും വടക്കുഭാഗത്തും കാലെപ്പോഴും തെക്കുഭാഗത്തു വെച്ചിട്ട് പിറകുഭാഗം കിഴക്കുഭാഗത്തേക്ക് ചരിച്ചു വെച്ച് നെഞ്ചും മുഖവും പടിഞ്ഞാറ് വരുന്ന രീതിയിൽ വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കലാണ് സുന്നത്താണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. യാത്ര കഴിഞ്ഞ് രാത്രിയിലാണ് വരുന്നതെങ്കിൽ ആദ്യം വീട്ടിൽ പോകാറില്ല. എപ്പോഴും നബി തങ്ങളുടെ ശൈലി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിലേക്ക് പോകും. അവിടെ കയറി നമസ്കരിച്ചിട്ടാണ് നേരെ വീട്ടിലേക്ക് പോവുക. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ കിടക്കാൻ ഉറക്കം വല്ലാതെ ശരീരത്തെ കീഴ്പ്പെടുത്തുമ്പോ, ഉറങ്ങണമെന്ന മോഹം തന്റെ മനസ്സിനെ വേട്ടയാടുമ്പോ അള്ളാന്റെ പ്രിയപ്പെട്ട തിരുദൂതര് ചെയ്യുന്നത് കിടന്നിട്ട് കൈ ഇങ്ങനെ നിലത്ത് ഊന്നിയിട്ട് ആ കൈവെള്ളയിലെ മുഖം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് സ്റ്റേ കൊടുത്തിട്ട് കിടക്കും, ഗാഢനിദ്രയിലേക്ക് ആണ്ടുപോകാതിരിക്കാൻ. അതേസമയം സുബഹി നിസ്കാരത്തിന്റെ സമയം അടുത്തിട്ടില്ല എങ്കിൽ കവള് നിലത്ത് വെക്കുന്ന രീതിയിൽ, അഥവാ ഈ വലത് കൈയുടെ പുറം ഭാഗം നിലത്ത് വന്ന് അതിന്റെ കൈവെള്ളയിൽ കവിള് ചേർത്ത് വെച്ചിട്ട് കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞ സ്റ്റേ കൊടുക്കാതെ കിടക്കുമായിരുന്നു. കാരണം ഗാഢനിദ്രയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിന് പോകണം. നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ഒരു കൈ ഊന്നൽ കൊടുത്തിട്ട് കിടക്കുമായിരുന്നു. ഇത് ലോകത്ത് ഏതൊരു നേതാവിനെ പറ്റി പറയാൻ കഴിയും? ലോകത്തൊരു നേതാവിനെ പറ്റി പറയാൻ കഴിയോ? പാർലമെന്റിനകത്തിരുന്നുറങ്ങുന്ന നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്, നിയമസഭയ്ക്കകത്തിരുന്നുറങ്ങുന്ന നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മീറ്റിങ്ങുകളിൽ ഇരുന്ന് ഉറങ്ങുന്ന നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഉറക്കം എങ്ങനെയാണെന്ന് ക്ലിപ്തമാക്കപ്പെടുകയും രേഖപ്പെടുത്തപ്പെടുകയും പാരായണം ചെയ്യപ്പെടുകയും പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരെ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ലോകത്തൊരേ ഒരു നേതാവുണ്ടെങ്കിൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ അള്ളാന്റെ ഹബീബിനെ പറ്റി ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്നൊരു പ്രവാചകൻ നിങ്ങൾക്ക് വന്നു എന്ന് പറഞ്ഞാൽ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജാശി രാജാവിന്റെ മുമ്പിൽ ചെന്നിട്ട് പറയുന്നു, ഇന്നല്ലാഹ ബഅത ഫീനാ റസൂലൻ മിന്ന, നമ്മളിൽപ്പെട്ട ഒരാളെ, നമുക്ക് ദൂതനായ അള്ളാന്റെ ഹബീബിനെ നമുക്ക് അല്ലാഹു അയച്ചു. നഅരിഫു നസബഹു, അദ്ദേഹത്തിന്റെ ഫാമിലിയെ സംബന്ധിച്ചറിയാം, കുടുംബ പാരമ്പര്യത്തെ സംബന്ധിച്ചറിയാം, വസിഫതഹു, വിശേഷണങ്ങൾ അറിയാം. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി തങ്ങളെ പഠിക്കാൻ നിന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് ഇത്രയും വളരെ വ്യക്തമാക്കപ്പെടുന്ന ഒരേ ഒരു നേതാവ് അള്ളാന്റെ ഹബീബ് അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് രോമങ്ങളൊന്നും നെഞ്ചത്തുണ്ടായിരുന്നില്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. വെളുത്ത പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് ഒരു വര വരയ്ക്കുമ്പോ എങ്ങനെയാണോ അതുപോലെയാണ് കഴുത്തിന് താഴെ നെഞ്ചിന്റെ ഇടഭാഗത്ത് നിന്ന് പൊക്കിളിന്റെ മുകൾ ഭാഗം വരെ ഒരു വര വരച്ചതുപോലെ രോമത്തിന്റെ ഒരു വരയുണ്ടായിരുന്നു എന്ന് ഹദീസ്. റിസാലത്തിന്റെയും നുബുവത്തിന്റെയും അടയാളം മുതുകത്തുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. കെട്ടിപ്പിടിക്കുന്ന സന്ദർഭത്തിൽ സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോ ഒരു മുട്ടയുടെ മുകളിൽ രോമം ഇരിക്കുന്നത് പോലെ മുട്ടയുടെ വലിപ്പത്തില് രോമകൂപങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുന്നു ഖാത്തമുൻ നുബുവ, നുബുവത്തിന്റെ സീല്, മുതുകത്തിന്റെ നുബുവത്തിന്റെ സീല് വെക്കപ്പെട്ടതാണ് പ്രവാചകൻ. കെട്ടിപ്പിടിക്കുന്ന സന്ദർഭത്തില് ഒരു മുട്ടയുടെ വലിപ്പത്തില് മുതുകത്ത് രോമത്തിന്റെ ഒരു കൂപമുണ്ടായിരുന്നു, അതാണ് ഖാത്തമുൻ നുബുവ. അള്ളാന്റെ ഹബീബിന്റെ വിരലുകൾക്ക് നീളമുണ്ടായിരുന്നു.
മുൻപല്ലുകളുടെ ഇടയിൽ ഒരു ചെറിയ വിടവുണ്ടായിരുന്നു. പല്ലിമുട്ട നിരത്തി വെച്ചതുപോലെ ദന്തനിരകൾ. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് 3 സൈസ് മുടിയുണ്ടായിരുന്നു. ഏറ്റവും പുറകുഭാഗത്തേക്ക് വിടർന്നു കിടക്കുന്ന മുടി അത് ചെവിയുടെ ഈ ചോണ എന്ന് പറയുന്ന ചെവിയുടെ ഈ തൂക്കുവരെയായിരുന്നു ഉണ്ടായിരുന്നത്. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നടന്നു വരുമ്പോ സഹോദരങ്ങളെ എണ്ണ തേച്ചിട്ട് ആ എണ്ണ തേച്ച് എപ്പോഴും എണ്ണമയമുണ്ടായിരുന്നു. ഒരു എണ്ണ കച്ചവടക്കാരനെ പോലെ തോന്നുമായിരുന്നു. ആ എണ്ണ എപ്പോഴും ഉണ്ടായിരുന്നു. നന്നായിട്ട് വലതുഭാഗത്തേക്ക് തല ചീകി വെച്ചിട്ടായിരുന്നു അള്ളാന്റെ റസൂൽ നടന്നിരുന്നത്. പ്രിയപ്പെട്ട പ്രവാചകൻ നടക്കുന്നത് ഞാനാണ് അർശ സൃഷ്ടിക്കാൻ കാരണം, ഞാനാണ് കുറുസ സൃഷ്ടിക്കാൻ കാരണം, ഞാനാണ് സ്വർഗ നരകങ്ങൾ സൃഷ്ടിക്കാൻ കാരണം എന്ന് പറഞ്ഞ് അഹങ്കാരത്തിന്റെ ആൾരൂപമായിരുന്നില്ല. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന, കുന്നിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു പാവപ്പെട്ടവൻ വീണു പോകുമോ എന്ന് ഭയപ്പെടുന്നത് പോലെയാണ് അള്ളാന്റെ റസൂല് നടന്നിരുന്നത് എന്ന് ഹദീസുകളിൽ വളരെ സുവ്യക്തമാണ്. ഇനി എന്താ റസൂലിനെ അറിയേണ്ടത്? അള്ളാന്റെ ഹബീബിന്റെ ഭാര്യമാർ എത്രയെന്നറിയില്ലേ? അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ 2ാമത് കല്യാണം കഴിച്ചത് എപ്പോഴാണ്? ആദ്യം ഖദീജത്തുൽ കുബ്രയെ കല്യാണം കഴിച്ചു. ഇന്ന് പാശ്ചാത്യന്റെ വെള്ള പേപ്പറുകളിൽ കഴുത്ത മഷിക്കൂട്ടങ്ങൾ എഴുതി പിടിപ്പിക്കുന്ന തോന്നിയാസങ്ങൾക്കെതിരെ ഇന്ന് വരെയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് യാഥാർത്ഥ്യമെന്ന് പഠിക്കാൻ അവർ തയ്യാറാവുന്നില്ല. ഖദീജത്തുൽ കുബ്ര എന്ന 40 വയസ്സുകാരിയെ 25ന്റെ നിറവിൽ നിൽക്കുന്ന പ്രവാചകന് കല്യാണം കഴിച്ചു. 40ാമത്തെ വയസ്സ് 55ാമത്തെ വയസ്സിൽ 51ാമത്തെ വയസ്സിലേക്ക് പ്രവാചകൻ നടക്കുന്ന 50 കഴിഞ്ഞ പ്രായം. ആ 50 കഴിഞ്ഞിട്ട് 51ാമത്തെ വയസ്സിലേക്ക് റസൂലുള്ളാഹി എത്തുമ്പോ 65 കഴിഞ്ഞ് 66ലേക്ക് പോകുന്ന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല ഈ ലോകത്തോട് വിട പറയുന്നു. 15 വയസ്സിന്റെ വ്യത്യാസം. അതിനുശേഷമാണ് ആയിഷ ബീവിയെ കല്യാണം കഴിക്കുന്നത്. അതും ഖൗലത്ത് റളിയല്ലാഹു തആല അൻഹയുടെ ശക്തമായ ഇടപെടൽ കാരണം. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് സ്ത്രീലംബടനാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പാശ്ചാത്യനും അതുപോലെ നിരീശ്വരവാദികളും അതുപോലെ തന്നെ ചില കുബുദ്ധികളും ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒന്നുകിൽ വിവരം വേണം, ഇല്ലെങ്കിൽ വിവരമുള്ളവർ പറയുന്നത് കേൾക്കണമെന്ന ആ ഒരു സാമാന്യ തത്വമെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ആരും തയ്യാറാവുന്നില്ല. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ വൃദ്ധയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ 65 വയസ്സായി വിട പറയുമ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അത്രയും അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഒരിക്കലും ആ ഒരു വിഷയത്തിൽ ഒരു സ്ത്രീലംബടനാണ് എന്ന് വരുത്തി തീർക്കുന്ന ശ്രമങ്ങൾ എപ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്തിന്റെ മുന്നിൽ ഒരു വലിയ ശബ്ദമായി ഉയർന്നു കേൾക്കുമ്പോഴും പ്രവാചകരുടെ ചരിത്രങ്ങൾ പഠിക്കാൻ നമ്മുടെ മുമ്പിൽ വേദഗ്രന്ഥങ്ങൾ, പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ സുലഭമാണ്. അതൊന്നും പഠിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. അള്ളാന്റെ റസൂലിനെ പറ്റി പറയുന്നു നസബഹു വസിഫതഹു, എല്ലാം ഞങ്ങൾക്കറിയാം. റസൂലുള്ളാഹിയുടെ ഭാര്യയോട് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള സ്വകാര്യ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങളോട് പറയാൻ പറ്റുമോ? നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമൊത്തുള്ള ഊഷ്മളമായ കുടുംബ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷത്തെ ലോകത്തിന്റെ മുമ്പിൽ വരച്ച് കാണിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു ആൺകുട്ടി ഉണ്ടോ ലോകത്ത്? ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ, ഞങ്ങളുടെ മണിയറയിലെ, ഞങ്ങളുടെ സന്ദർഭങ്ങളിൽ, ഞങ്ങളുടെ ഗോപ്യമായ ഞങ്ങളുടെ പ്രൈവസിയിൽ, ഞങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്റെ മുത്തന്റെ ശരീരത്തിന്റെ രഹസ്യഭാഗം കണ്ടിട്ടില്ല. ഞാൻ എന്റെ മുത്തിന്റെ രഹസ്യഭാഗവും കണ്ടിട്ടില്ല. കുടുംബ ജീവിതത്തിൽ വീട്ടിനകത്ത് നടക്കുന്ന ഒരു കാര്യം പോലും വളരെ സുവ്യക്തമായി പ്രതിപാദിക്കപ്പെടുന്നു ഹദീസുകളിലൂടെ. എവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഒരു 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 ഹിഡൻ അല്ലെങ്കിൽ ഒരു ഹൈഡ് ചെയ്യപ്പെട്ട ഒരു ഗോപ്യമായ അല്ലെങ്കിൽ മറഞ്ഞുപോയ അവ്യക്തമായ ഒരു ജീവിതമല്ലല്ലോ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. എല്ലാം വ്യക്തമല്ലേ? എല്ലാം വ്യക്തമല്ലേ? ഞാനും എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടി പറയുന്നു ആയിഷ ബീവി 10 പ്രത്യേകതകൾ മറ്റു ഭാര്യമാരിൽ നിന്ന് ആയിഷ ബീവിക്കുണ്ട്. ആയിഷ ബീവിക്ക് മാത്രം 10 പ്രത്യേകതകൾ മറ്റു ഭാര്യമാർക്ക് ഇല്ലാത്തത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനും എന്റെ റസൂലും ഒരു പാത്രത്തിൽ നിന്ന് കുളിച്ചിട്ടുണ്ട്. വേറെ ഒരു ഭാര്യമാർക്കും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. ഞാനും എന്റെ റസൂലും ഒരു പാത്രത്തിൽ നിന്ന് കുളിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
വീട്ടിലെ രാത്രി തഹജ്ജുദ് നമസ്കരിക്കുമ്പോ ആയിഷ ബീവി കിടന്നുറങ്ങുന്ന ഘട്ടങ്ങളിൽ ഹദീസുകളിൽ കാണാം, സുജൂദിലേക്ക് വരുന്ന നബിതങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ പാകപ്പെടുത്തപ്പെട്ട നിലയിൽ കാല് വലിച്ചു കൊടുക്കുമായിരുന്നു സുജൂദ് ചെയ്യാൻ. നബിതങ്ങൾ സുജൂദ് ചെയ്തിട്ട് തല ഉയർത്തുമ്പോ കാല് നിവർത്തി വെക്കുമായിരുന്നു. രണ്ട് പേർക്കൊന്ന് വളഞ്ഞു നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു കുടിൽ, ഒരു പനയോല കൊണ്ട് നിർമ്മിക്കപ്പെട്ട, ഈന്തപ്പനയോല കൊണ്ട് നിർമ്മിക്കപ്പെട്ട ചെറിയ ഒരു വീട്. ആ വീട്ടിനകത്ത് എന്തൊക്കെയായിരുന്നു അടുക്കളയിൽ റസൂലുള്ളാഹിന് ഇഷ്ടപ്പെട്ടതെന്ന് വളരെ വ്യക്തമാക്കപ്പെട്ട ഹദീസ്. കക്കരിക്ക, അള്ളാന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ, റസൂലുള്ളാഹിന്റെ ചികിത്സാ രീതികൾ, നബി തങ്ങളുടെ നടത്തം, നബി തങ്ങളുടെ ഇരുത്തം ഒരു സദസ്സിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇപ്പോ പേരെടുത്ത് വിമർശിക്കാൻ പാടില്ല എന്ന് ലോകത്ത് പഠിപ്പിച്ച ഒരേ ഒരു നേതാവുണ്ടെങ്കിൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇപ്പൊ നമ്മളാണെങ്കിൽ പേരെടുത്ത് പരസ്യമായി വിമർശിക്കും. രാവിലെ വിമർശനത്തിന്റെ ശരങ്ങളേറ്റ് നെഞ്ചു പൊട്ടിയിട്ട് രാഷ്ട്രീയ നേതാവ് മരിച്ചുപോയാൽ വൈകുന്നേരം അതേ വേദിയിൽ അനുശോചന യോഗം. നമ്മൾ പറയുന്ന വാക്ക് നേരെ തലകീഴായിട്ട്, അയാൾ അങ്ങനത്തവനാണ്, ഇങ്ങനത്തവനാണ്, അതുപോലൊരു നേതാവിനെ ലോകം കണ്ടിട്ടില്ല, ഇത്രയും നല്ല മനുഷ്യൻ വേറെ ഉണ്ടായിരുന്നോ, പലപ്പോഴും നിങ്ങൾ തിരിച്ചറിയാതെ പോയി, കാറ്റുപോയത് കൊണ്ടെന്നും പറയാമല്ലോ. ആ നിലയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യക്തിഹത്യകൾ നടക്കുന്ന കാലം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഏതെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരു നിലയിൽ കുറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തിരുത്തപ്പെടേണ്ട ഘട്ടങ്ങൾ വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ ഹബീബ് അവിടെ നിന്ന് പറയുന്നത് ഇന്നയാള് പ്രശ്നക്കാരനാണെന്നോ, ഇന്നയാൾ ഇന്ന ചോദിച്ചെന്നോ, ഇന്നയാളാണ് ഇതിനൊക്കെ കാരണമെന്നോ പറയാറില്ല. പറയുന്നത് ഇവിടെ ചില ആളുകളുണ്ട് എന്നാണ് പറയുക. ഇവിടെ ചില ആളുകളുണ്ട് എന്ന് പറയും. പറയപ്പെട്ട വ്യക്തിക്ക് ബോധ്യമാകും, എന്നാൽ മറ്റുള്ളവർക്ക് തിരിയാത്ത നിലയിൽ ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഇങ്ങനൊരു നേതാവിനെ ലോകത്ത് എവിടെ കിട്ടും? ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുടുംബം അറിയാം, എവിടെ നിന്ന് വന്നു, എന്ന് വഫാത്തായി, എവിടെ ഖബറടക്കി, വാപ്പാടെ ഖബറെവിട, ഉമ്മാടെ ഖബറെവിട, അറിയാത്തത് വാപ്പ. ഇപ്പോഴത്തെ ചർച്ച എന്താ? മുസ്ലിം സമുദായത്തിന്റെ ഇടയിലുള്ള ചർച്ച എന്താണ്? അതോ ആവശ്യമില്ലാത്ത ചർച്ച? ആവശ്യമുള്ള ഒരു ചർച്ചയ്ക്ക് ആരും തയ്യാറല്ല. നബി തങ്ങളുടെ ഉമ്മ നരകത്തിലാണോ സ്വർഗത്തിലാണോ, അവര് മോമിനത്താണോ കാഫിറത്താണോ, ബീസത്തിന് മുമ്പല്ലേ അതിന് ശേഷമല്ലല്ലോ, എന്താണ് അവരുടെ അവസ്ഥ? എന്തിനാ അതൊക്കെ തന്നെ നമ്മൾ പോണത്? സ്വന്തം വാപ്പാനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പണിയെടുത്താ പോരെ? അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? സ്വന്തം തടി നമ്മൾ രക്ഷപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കാതെ റസൂലുള്ളാഹിന്റെ വാപ്പ നരകത്തിലാണോ സ്വർഗത്തിലാണോ, നബിതങ്ങളുടെ ഉമ്മ സ്വർഗത്തിലാണോ നരകത്തിലാണോ, നബിതങ്ങളുടെ ഉമ്മയുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയാൻ പാടുണ്ടോ പാടില്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ സമയം കളയുന്നതിന് പകരം അവനവന്റെ ശരീരത്തെ നരകത്തിന്റെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് അടുക്കുകയല്ലേ വേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ ഹബീബ് ആരാന്ന് ചോദിച്ചാൽ നമ്മളിൽപ്പെട്ട ഒരാളാണ്. എല്ലാം സുവ്യക്തമാക്കപ്പെട്ട എ ടു സെഡ്, എല്ലാം അടുക്കളയിലെ, ആ ബെഡ്റൂമിലെ, സ്വകാര്യ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും വളരെ വ്യക്തമായി, ഒന്നും മറയ്ക്കപ്പെട്ടിട്ടില്ല. ആയിഷ ബീവിയുടെ കഥ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വകാര്യ ഭാഗങ്ങൾ കണ്ടിട്ടില്ലത്രേ. ഹദീസുകളിൽ വ്യക്തമാണ്. അതൊരു ഐബാണ്, അതൊരു ന്യൂനതയാണ്. ഒരാളുടെ രഹസ്യ അവയവം കാണുക എന്നുള്ളത് ന്യൂനതയാണ്. ആ ന്യൂനതയിൽ നിന്ന് വരെ അല്ലാഹു തആല നബി തങ്ങളെ രക്ഷപ്പെടുത്തി. അപ്പൊ നിങ്ങൾ ചിന്തിക്കുമെന്നാ പിന്നെ ചേലാകർമ്മം ആ ചേലാകർമ്മം ചെയ്യുമ്പോ ഈ ചെയ്യുന്ന ആളെങ്കിലും കാണണ്ടേ? കണ്ണുടച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത്. അതുകൊണ്ട് അല്ലാഹു വളരെ വ്യക്തമായി, നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്, വലദതുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. നമ്മൾ എത്ര കേട്ടതാണ്, എന്താണെങ്കിലും ഒന്ന് പഠിക്കണ്ടേ? വലദതുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. സ്വഹീഹായ ഹദീസുകൾ കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. വലദതുഹു, ആമിന ബീവി മുത്തു നബിയെ പ്രസവിച്ചത് മഖ്തൂനൻ, ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായിട്ടാണ് പൂജാതരായത്.
പുറത്തു വന്നിട്ട് ഏതെങ്കിലും ഒരു വസ്സ ചെയ്തതല്ല. അള്ളാന്റെ ഹബീബിനെ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായി ഭൂമുഖത്തേക്ക് അള്ളാഹു കൊണ്ടുവന്നു. മക്ഹൂല, സൂർമ വരച്ചവരായിട്ടാണ് മുത്തുനബിയെ ഈ ലോകത്തേക്ക് അള്ളാഹു തആല പൂജാതരാക്കിയത്. സൗന്ദര്യവാനായി, സുമുഖനായി, സുന്ദരനായി അള്ളാന്റെ മുത്തിനെ എല്ലാം ചെയ്തിട്ടാ താഴേക്ക് കൊണ്ടുവന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ വളരെ വ്യക്തമായി എല്ലാ കാര്യങ്ങളാൽ അള്ളാന്റെ റസൂൽ പരസ്യമാണ് ജീവിതം, പരസ്യമാണ്, രഹസ്യമായ ഒരു ജീവിതവുമില്ല, ഒരു ജീവിതവുമില്ല, ഒരു കാര്യമില്ല. എങ്ങനെ ഭാര്യമാരെ സമീപിക്കണം, എങ്ങനെ ബാത്റൂമിൽ പോകണം, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കേണ്ടതെന്ന് വരെ പഠിപ്പിച്ചത്, കാണിച്ചു കൊടുത്തത് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനല്ലേ. അപ്പൊ ഇത്രയും വലിയ ഒരു വിശാലമായ കാഴ്ചപ്പാട് ലോകത്തിന് സമ്മാനിച്ച ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതരായി 1500-ാമത്തെ വർഷമാണ്. 1500. ഇപ്പോഴത്തെ നബിദിനത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്, 1500 അപ്പോ ആ പ്രവാചകനെ പറ്റി ഖുർആൻ പറഞ്ഞത് സൂറത്തു തൗബ, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് ഒരു പ്രവാചകൻ നിങ്ങൾക്ക് വന്നു, നിങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകൻ നിങ്ങൾക്ക് വന്നു. രണ്ടാമത് എന്താ പറഞ്ഞത്? അസീസുൻ അലൈഹി മാ അനിത്തും, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് സങ്കടം വരുന്നത് ആ പ്രവാചകന് സഹിക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്കൊരു വേദന വരുന്നത് അള്ളാന്റെ ഹബീബിന് സഹിക്കില്ല. അനുയായികൾക്കൊരു സങ്കടം വരുന്നത് മുത്തു റസൂലിന് സഹിക്കുന്നതല്ല. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് ഏത് സങ്കടം വന്നാലും അള്ളാന്റെ പൂമുത്തിനത് വല്ലാത്ത സങ്കടമാണ്, നീറ്റലാണ്. 100 കണക്കിന് ചരിത്രങ്ങളുണ്ട്, ആയിരക്കണക്കിന് അനുഭവങ്ങൾ സഹാബത്ത് വിവരിക്കുന്ന വിശാലമായ ഗ്രന്ഥ സമാഹാരങ്ങളുണ്ട് ഇസ്ലാമിന്റെ ചരിത്രത്തില്. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സഹാബത്തിനോട് മാത്രമല്ല, ഈ ഉമ്മത്തിനോട്, ഓരോ അനുയായികളോട്, ഏഷ്യാ ഭൂഖണ്ഡത്തിലെ, ഇന്ത്യ മഹാരാജ്യത്തിലെ, കേരള സംസ്ഥാനത്തിലെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്ന നീറ്റലുകളിൽ വളരെ ദുഃഖിതനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് വരുന്ന സങ്കടങ്ങളിൽ അള്ളാന്റെ ഹബീബ് വളരെ സങ്കടപ്പെടുകയാണ്. നമുക്ക് എന്ത് സങ്കടം വന്നാലും എന്താ നമ്മളെ നമ്മളെ നബിതങ്ങൾ എന്തെങ്കിലും സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ? നിസ്കരിക്കണോന്ന് പറഞ്ഞു, നല്ല തണുപ്പാണ്, സുബഹിക്ക് എഴുന്നേക്കണോന്ന് പറഞ്ഞു, രാത്രിയിൽ വല്ലാത്ത ക്ഷീണം വന്നു, ഇശാ നിസ്കരിക്കണോന്ന് പറഞ്ഞു, റമളാനില് വെയിലാകാം മഴയാകാം നോമ്പ് പിടിക്കണോന്ന് പറഞ്ഞു, കഷ്ടപ്പെട്ടുണ്ടാക്കി രാവും പകലും ഓടി നടന്നുണ്ടാക്കിയ സമ്പത്തില് 2.5% സക്കാത്ത് കൊടുക്കണോന്ന് പറഞ്ഞു. ഇതൊക്കെ ബുദ്ധിമുട്ടാണോ? അല്ല, ഒരിക്കലും അല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഹാദ ദീന യുസ്ർ, ഈ ദീൻ എത്ര സിമ്പിളാണ്, ഈ ദീൻ എത്ര സിമ്പിളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇന്ന ഹാദ ദീന യുസ്ർ വശരീഅതുഹു സഹ്ല, ഇതിന്റെ നിയമങ്ങൾ വളരെ എളുപ്പമാണ്, മൃദുലമാണ്, ലോലമാണ്. ഇതിന്റെ നിയമങ്ങൾ ആർക്കും ഒരു ഭാരമല്ല, ആർക്കും ഒരു കട്ടിയല്ല. കട്ടിയായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഭാരമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എന്നാ കേട്ടോ, യുസ്റത്തുൻ അലാ മൻ യസ്സറഹുല്ലാഹു അലൈഹി, അല്ലാഹു തആല എളുപ്പമാക്കി കൊടുത്തവർക്ക് അത് എളുപ്പമാണ്. നമുക്കൊക്കെ അല്ലാഹു തആല ഇസ്ലാമിന്റെ നിയമങ്ങളെ എളുപ്പമാക്കി തന്നു. അതുകൊണ്ട് നമ്മൾ ഇനി വെയിലാണെങ്കിലും നോമ്പ് പിടിക്കും, കഠിനമായ ചൂടാണെങ്കിലും നോമ്പ് പിടിക്കും, എന്ത് വന്നാലും നമ്മൾ സക്കാത്ത് കൊടുക്കും. നമ്മൾ 5 നേരത്തെ നിസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കുന്നതിൽ യാതൊരു വൈമനസ്യവുമില്ല. കാരണം എന്താണ്? അല്ലാഹ് നമുക്ക് ഇതിന്റെ നിയമങ്ങളെ എളുപ്പമാക്കി തന്നിരിക്കാൻ. ചില ആളുകൾക്ക് വലിയ ഭാരമാണ്, ചില ആളുകൾക്ക് ഭാരമാണ്. ഖുർആൻ പറയുന്നുണ്ട്, നമസ്കാരം ഖാശിഈങ്ങൾക്കല്ലാത്തവർക്ക് ഭാരമാണ്. നിസ്കാരം എപ്പോഴെങ്കിലും ഭാരമായിട്ടുണ്ടോ? എങ്കിൽ നമ്മളുടെ ഈമാൻ പരിശോധിക്കണം, ഈമാൻ പരിശോധിക്കണം. എപ്പോഴെങ്കിലും നോമ്പ് നമുക്ക് ഭാരമായിട്ടുണ്ടോ? ഈമാൻ പരിശോധിക്കണം. അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. രക്തസാക്ഷിത്വം, രക്തസാക്ഷിത്വം, പരിശുദ്ധമായ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പോരാട്ടത്തിന്റെ
ആ വീര്യത്തോടു കൂടിയിട്ട് രണാങ്കണത്തിലേക്ക് ഇറങ്ങി, രണഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് പോരാടുമ്പോ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കും ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ നമുക്ക് സഹിക്കാൻ പറ്റൂല. എങ്ങനാണ് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹാബത്തിന്റെ ശരീരത്തില് 100 കണക്കിന് അമ്പ് വന്ന് കൊണ്ടിട്ട് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹാബത്ത് ഇങ്ങനെ കിടക്കാൻ 100 കണക്കിന് അമ്പ്. നമ്മൾ അമ്പെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കറിയാലോ, 2 ഭാഗം തിരിഞ്ഞിരിക്കും. തിരിച്ച് അമ്പ് വലിച്ചൂരുമ്പോഴേക്ക് അത്രയും മാംസം, ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 1/2 കിലോ മാംസത്തോട് കൂടിയിട്ടാണ് അമ്പ് തിരിച്ചു വലിച്ചെടുക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ ആടുരിക്കുന്ന പോലെയാണ് ഉരിച്ചത്. ബതഹാഇന്റെ താഴ്വരയിൽ ഉമയ്യത്തിന്റെ പട്ടാളം കറുത്ത ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ കിടത്തിയിട്ട് പള്ളിയിൽ പോയി പുറത്തിറങ്ങുമ്പോ ചെരുപ്പ് നഷ്ടപ്പെട്ടാൽ ഹറമിൽ പോയാൽ ഇപ്പോഴും നമുക്ക് പള്ളിക്കകത്തിരുന്ന് രാത്രി തിരിച്ചു റൂമിൽ വരാമെന്ന് കരുതുന്നവരാ. കാരണം കുറഞ്ഞ സ്ഥലം, നിഴലില്ലാത്ത സ്ഥലത്തു കൂടി ഒന്ന് നടക്കാൻ നമ്മുടെ കാലിന്റെ വെള്ള പൊള്ളും. അതുകൊണ്ട് നമുക്ക് പേടിയാ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ എവിടെയാ കിടത്തിയത്? ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ അരുണന്റെ കിരണമേറ്റുകൊണ്ട് മണലാരുണ്യ താപം കൊണ്ട് വിറയ്ക്കാൻ ആ മണലിൽ കിടത്തി വെറും നഗ്നനായിട്ട്. എന്നിട്ട് ചാട്ടവാറ് കൊണ്ട് അടിച്ചു. ആ അടിച്ചിട്ട് തോലുരിയുന്നത് പോലെ ശരീരത്തിൽ നിന്ന് ചാട്ടവാറെടുക്കുമ്പോ തോലുരിഞ്ഞു വരുമായിരുന്നു. ആ സന്ദർഭത്തില് ഒന്ന് വെള്ളം തരുവോ, ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഉമയ്യത്തിന്റെ പട്ടാളക്കാർക്കിച്ച് മുഖത്ത് തുപ്പിക്കൊടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹു മുഖത്ത് വീണ് തുപ്പുനീര് മാവ് കൊണ്ട് ഒപ്പിയെടുത്ത് തൊണ്ട നനച്ചു. എന്നിട്ട് വിളിച്ചു അല്ലാഹു അക്ബർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുമയ്യ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ രഹസ്യാവയവത്തിലൂടെ ഇരുമ്പ് ദണ്ട് കുത്തിക്കയറ്റി ഭീകരമായ പീഡനങ്ങൾ അവരേറ്റു. നമ്മൾ ചിന്തിക്കും ഇതെങ്ങനെ താങ്ങുക? അല്ലാഹ് എളുപ്പമാക്കി കൊടുത്തവർക്ക് ഒരു കൊതു കുത്തുന്ന വേദന പോലും ഉണ്ടാവൂല. നമുക്കിതൊക്കെ ഒരു ഭീകരമായി തോന്നുന്നത് ഈമാന്റെ കുറവുണ്ടാകും. നമുക്കെന്താ മോളിൽ നിന്ന് പൂച്ച വീഴുമ്പോൾ എങ്ങനെ വീണാലും 4 കാലില്ല. നമുക്ക് എന്ത് വന്നാലും അൽഹംദുലില്ലാ, ക്ഷാമം അൽഹംദുലില്ലാ, ക്ഷേമം അൽഹംദുലില്ലാ, നട്ടം അൽഹംദുലില്ലാ, ലാഭം അൽഹംദുലില്ലാ, കോട്ടം അൽഹംദുലില്ലാ, ചാട്ടം അൽഹംദുലില്ലാ, വാട്ടം അൽഹംദുലില്ലാ, നേട്ടം അൽഹംദുലില്ലാ. നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ മുഅ്മിനീങ്ങളാണ്. നമുക്ക് എന്ത് വന്നാലും ഈ ശരീരം അല്ലാഹുവിന്റേത്, ഈ വസ്ത്രം അല്ലാഹുവിന്റേത്, ഈ റൂഹ് അല്ലാഹുവിന്റേത്, വനഫഖ്തു മിൻ റൂഹി, ഇതെല്ലാം പടച്ചവന്റേത്. ഇത് നമ്മളെ ഏൽപ്പിച്ച് നമ്മളെ പറഞ്ഞു വിട്ടു. ഇനി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവനിലേക്ക് തന്നെ മടങ്ങി പോകണം. നമുക്ക് എന്തുണ്ട്? ഒന്നുമില്ല. മരിക്കാൻ പറയുമ്പോൾ മരിച്ചു കൊടുക്കുക, പ്രസവിക്കാൻ പറയുമ്പോൾ പ്രസവിച്ചു കൊടുക്കുക, വളരാൻ പറയുമ്പോൾ വളരുക. ആ ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യാതൊരു നിലയിലുള്ള ഒരു സ്വാതന്ത്ര്യവും ഇല്ല. ആ ഒരു അവസ്ഥ അള്ളാഹുവാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെങ്കിലും ഭാരമായി തോന്നുന്നെങ്കിൽ ഈമാന്റെ കുറവാണ്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി 2 വിശേഷണങ്ങൾ കൂടിയുണ്ട്. അടുത്ത വെള്ളിയാഴ്ച നമുക്ക് പറയാം. അള്ളാഹു നമ്മുടെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പരിശുദ്ധമായ ആ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുക. 1500 1501 ഇങ്ങനെയൊക്കെ കടന്നു പോകുമ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്, അതൊക്കെ നല്ല കാര്യങ്ങളാ. പക്ഷേ ജീവിതത്തിൽ കൂടി സുന്നത്ത് മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.